കാടിന്റെ വശ്യതയും കുളിർക്കാറ്റും നിശബ്ദതയെ ഭേദിക്കുന്ന കുരുന്നുകിളികളുടെ ചിലമ്പലുയും പുഴയോരം താണ്ടി കാട്ടുവഴികളിലൂടെ ഒരു യാത്രയുണ്ടെങ്കിൽ അത് കുറവമ്പാടിയിലേക്കെന്നതിൽ സംശയമില്ല. ഇന്നും ഈ മനോഹാരിത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവിടെ കുടിയേറിയവരുടെ നന്മ മാത്രം. വന്യതയെ വരുതിയിലാക്കിയ കർഷകരുടെ കാൽവെപ്പ് 1960 മുതലേ ആരംഭിച്ചു. നട്ടും നനച്ചും കിളച്ചുമറിച്ചും മുന്നേറിയപ്പോൾ മണ്ണിലുണ്ടായതെല്ലാം കൈനീട്ടി വാങ്ങിയ പൂർവീകരുടെ ചരിത്രത്തിൽ കുറവമ്പാടി പുലിയറ പ്രദേശത്തുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒന്ന് അവർ ദൈവത്തെ മറന്നില്ല എന്നതാണ്. അതുകൊണ്ടാണല്ലോ രൂപതയുടെ ജൈത്രയാത്രയും ആരംഭിക്കുന്നതിൽ തന്നെ 1974 ഡിസംബർ 27 ഒരു ദേവാലയം കുറവമ്പാടിയിൽ സ്ഥാപിക്കാനുള്ള അനുമതി ഈ മണ്ണിലെ ആദ്യത്തെ ക്രൈസ്തവർ നേടിയെടുത്തത്. 1975 മെയ് 7 ആദ്യ ദേവാലയം അഭിവന്യമാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ആശീർവദിച്ചു നൽകുമ്പോൾ രൂപത സ്ഥാപിതമായതിനു ശേഷമുള്ള ആദ്യം ആശീർവദിക്കുന്ന ദേവാലയം എന്ന ചരിത്ര പ്രാധാന്യവും ഈ ദേവാലയത്തിന് സ്വന്തം. 1987 മെയ് 16 അഭിവന്യ ജോസഫ് ഇരുമ്പൻ പിതാവ് ഈ ദേവാലയം കുദാശ ചെയ്തു നൽകി. കാലാകാലങ്ങളിൽ വന്ന വികാരിമാർ അതാത് കാലഘട്ടത്തിൽ ദൈവജനത്തിന് ആവശ്യമായത് നിർമ്മിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും ഉത്സുകരായിരുന്നു. പാരിഷ് ഹാൾ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോസ് കൊച്ചുപറമ്പിലച്ചനെയും സിമിത്തേരി നിർമ്മാണത്തിന് കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട ബിജു നിരപ്പേലച്ചനെയും ഇന്ന് കാണുന്ന വിധത്തിൽ ദേവാലയം പുനരുദ്ധാരണം നടത്തിയ ബഹുമാനപ്പെട്ട സജി വട്ടുകളത്തിലച്ചനെയും ചരിത്ര പുസ്തകത്തിൽ മാത്രമല്ല തങ്ങളുടെ മനസ്സിലും ഇന്നും ഇവിടുത്തുകാർ കൊണ്ടു നടക്കുന്നുണ്ട്. പ്രളയകാലത്ത് ഒരാശ്വാസവും പ്രതീക്ഷയും നൽകിയത് സജിൻ പൊന്തേക്കൽ അച്ഛന്റെ മുഖമായിരുന്നു എന്ന് ഇവിടെയുള്ളവർ ഇന്നും പറയും. 2000 ആണ്ടിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചൻ സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വിലമതിക്കേണ്ടതാണ്. പുലിയറ പ്രദേശത്തെ ദേവാലയത്തിനു ശേഷം 1999 ഉണ്ണിമല പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇൻഫന്റ് ജീസസ് ദേവാലയം എന്ന പേരിൽ മറ്റൊരു മാനസപുത്രിയെ കൂടി ജന്മം കൊടുത്തുകൊണ്ട് ഈ അമ്മപ്പള്ളി തല ഉയർത്തി നിന്നു. പടർന്നു പന്തലിച്ചതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ പ്രതിബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കൂട്ടിനുണ്ടാകും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. 1982 ചിറ്റൂർ ഡാമിനു വേണ്ടി സ്ഥലം അക്വയർ ചെയ്തപ്പോൾ കുറവമ്പാടിക്കാർക്ക് അവരുടെ ദേവാലയവും അത് നിന്നിരുന്ന സ്ഥലവും നഷ്ടപ്പെട്ടു. പുലിയറ പ്രദേശത്തുള്ളവർക്കായി കീവർഗീസിന്റെ നാമത്തിൽ ഒരു പുതിയ ദേവാലയം സ്ഥാപിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്ന സന്തോഷകരമായ ഒരു കാര്യം ദൈവം നടത്തിയെങ്കിലും കുറവമ്പാടിക്കാർ പുതിയ ദേവാലയത്തിനുള്ള സ്ഥലത്തിനുള്ള അന്വേഷണത്തിലായിരുന്നു. ശ്രീ ജോസഫ് പേഴുങ്കാട്ടിൽ ദാനമായി നൽകിയ ഒരേക്കർ സ്ഥലത്ത് അവർ താൽക്കാലികമായൊരു ദേവാലയം സ്ഥാപിച്ച് ബലിയർപ്പിച്ചു. എങ്കിലും അവിടെ എത്തിപ്പെടാൻ അവർ നന്നേ പണിപ്പെട്ടു. എന്നാൽ ആ പ്രശ്നത്തിന് അധികം താമസിയാതെ വിരാമമായി. ശ്രീ വല്ലനാട്ട് ദേവസ്യാച്ചനും വല്ലനാട്ട് വക്കച്ചനും കൂടി നൽകിയ ഒരേക്കർ സ്ഥലത്ത് മറ്റൊരു താൽക്കാലിക ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അഭിവന്യ ജോസ് കല്ലുവേലിൽ പിതാവ് വികാരിയായിരിക്കെ ഇന്ന് ഈ കാണുന്ന ദേവാലയത്തിന് സ്ഥലം മേടിക്കുകയും അവിടെ ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഈ ഇടവകയെ നയിച്ച വികാരിമാരിൽ 2 അഭിവന്യ പിതാക്കന്മാർ കൂടി ഉണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മംഗലൻ മുതലിങ്ങോട്ട് റവറൻ ഫാദർ മാത്യു കുന്നേൽ, റവറൻ ഫാദർ ഇമ്മാനുവേൽ പാലിയക്കുന്നേൽ, റവറൻ ഫാദർ ആന്റണി എടക്കളത്തൂർ, റവറൻ ഫാദർ നിക്കോളാസ് പുറത്തൂർ, റവറൻ ഫാദർ ജേക്കബ് തൈക്കാട്ടിൽ, റവറൻ ഫാദർ മാണി പറമ്പേട്ട്, അഭിവന്യ ജോസ് കല്ലുവേലിൽ, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കടപ്ലാക്കൽ, റവറൻ ഫാദർ ജോസ് കൊച്ചുപറമ്പിൽ, റവറൻ ഫാദർ ജോസ് കൂട്ടുങ്കൽ, അഭിവന്യ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, റവറൻ ഫാദർ ഗിൽബർട്ട് എട്ടൊന്നിൽ, റവറൻ ഫാദർ ഫ്രാൻസിസ് പൊട്ടത്തുപറമ്പിൽ, റവറൻ ഫാദർ ജേക്കബ് മാവുങ്കൽ,
റവറൻ ഫാദർ ആൻഡോ തൈക്കാട്ടിൽ, റവറൻ ഫാദർ ബിജു നിരപ്പേൽ, റവറൻ ഫാദർ സജി വട്ടുകളത്തിൽ, റവറൻ ഫാദർ ജോഷി പുത്തൻപുരയിൽ, റവറൻ ഫാദർ ജേക്കബ് പോത്താനിക്കുന്നേൽ, റവറൻ ഫാദർ തോമസ് കുളമ്പള്ളിൽ, റവറൻ ഫാദർ സെബിൻ ഉറുകുഴിയിൽ, റവറൻ ഫാദർ സജിൻ പൊന്തേക്കൽ, റവറൻ ഫാദർ ഫെമിൻ ചീരൻ എന്നിവരും ഇന്ന് ഇടവകയെ നയിക്കുന്ന ആനന്ദ് അമ്പൂക്കനച്ചനും വളരെയധികം നന്ദി അർഹിക്കുന്നവരാണ്. ഈ വന്ധ്യവൈദികരോടുള്ള ബഹുമാനവും സ്നേഹവും അവർ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. കാർഷിക വിളകളെ ആശ്രയിച്ചുള്ള ജീവിതം ദുസ്സഹമാണെന്ന് ഇവിടത്തുകാർ മനസ്സിലാക്കിയിരിക്കുന്നു. വന്യജീവികളുടെ ശല്യവും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാലാനുസൃതമായ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. എങ്കിലും എണ്ണത്തിൽ തളരുമ്പോഴും ഇന്നും ഈ ദേവാലയം രൂപതയുടെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ്. ഈ 50-ാം ആണ്ട് ആഘോഷം ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്നതോടൊപ്പം പുതിയ ജൈത്രയാത്രയുടെ ആരംഭവും ആണെന്നതിൽ സംശയമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ജനതയുടെ കൂടെ എന്നും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.